ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴേക്കും നല്ല മധുരവും എരിവും പുളിയും ഉപ്പും ഒക്കെയുള്ള നല്ല അടിപൊളി അച്ചാറൊക്കെ കഴിക്കാറില്ലേ? ആ അച്ചാറാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓരോ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേക്കും ഇങ്ങനെ ടേസ്റ്റ് നോക്കും കേട്ടോ. നമ്മൾ നാരങ്ങയച്ചാറാണ് കഴിക്കുന്നതെങ്കിൽ അതിനകത്ത് ചില സമയത്ത് പൈനാപ്പിൾ കിട്ടും, ചില സമയത്ത് നെല്ലിക്ക കിട്ടും, ചില സമയത്ത് ക്യാരറ്റ് കിട്ടും, ചില സമയത്ത് ഈന്തപ്പഴം കിട്ടും. അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളാണ് നമുക്ക് കഴിക്കാൻ കിട്ടുന്നത്. കുറച്ച് ഈന്തപ്പഴം കൂടുതൽ ഇട്ടു കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഞാൻ അളവൊന്നും പറയുന്നില്ല, എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഇവിടെ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര എടുക്കാം. നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകോ കാന്താരിയോ കറിവേപ്പില എല്ലാം ചേർത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് കുറേ നാളത്തേക്ക് ഇരിക്കുന്ന ഒരു അച്ചാറും കൂടിയാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.